ജനാർദ്ദനക്കുറുപ്പാണ്. വാശിയോഗം പഞ്ചതത്വം എന്നുള്ളതിൽ രണ്ട് രുദ്രാമളം സിദ്ധകുമാരോപചാര്യ വിലാസം 6-ാം പടലാണ് രുദ്രാമളത്തിൽ. പശുഭാവ വിവേചനം. ഉത്തമ പശുവാകാൻ ദുർഗാപൂജയും ശിവപൂജയും നിർബന്ധമായും ചെയ്യണമെന്ന ബോധത്തോടെ പൂജ ചെയ്താൽ ഉത്തമ പശു എന്നറിയപ്പെടും. ശിവപൂജ മാത്രം ചെയ്താൽ മധ്യമ പശുവാണ്. വിഷ്ണു ഭക്തനായി വിഷ്ണുവിനെ തൻ്റെ അധീശനായി സങ്കല്പിച്ച് പൂജ ചെയ്താലും മധ്യമ പശുവായിരിക്കും. ഭൂതങ്ങളെയും ദേവതകളെയും സദാ പൂജ ചെയ്തുകൊണ്ടിരുന്നാലും മധ്യമ പശുവായിരിക്കും. എന്നാൽ നരകത്തിൽ പോകുന്നതിന് സംശയമില്ല. ശിവസേവ, ശിവാനിസേവ, വിഷ്ണു ബ്രഹ്മ തുടങ്ങിയവരുടെ സേവ, മഹാലക്ഷ്മി സരസ്വതി, അന്യ സർവ്വഭൂതങ്ങളുടെയും നായികമാരുടെയും യക്ഷിണികളുടെയും ഭൂതിന്യന്മാരുടെയും സേവയും ശുഭപ്രദമാണ്. ബ്രഹ്മാവ് കൃഷ്ണാദികൾ എന്നിവരുടെ സേവ ചെയ്യുന്നവരും ശ്രീ താരക ബ്രഹ്മാദികളുടെ സേവ ചെയ്യുന്നവരും ഇങ്ങനെ രണ്ടു വിധവും ചെയ്യുന്നവർ മനുഷ്യോത്തമരാണ്. അങ്ങനെയുള്ളവർക്ക് ഭൂതാദി ദേവതകൾ അസാധ്യമായ എല്ലാ കാമങ്ങളും സാധിച്ചു കൊടുക്കുകയും എന്നാൽ വിഷ്ണു സേവ ചെയ്യുന്നവർ പശുമാർഗത്തിൽ വരുന്നില്ല. താന്ത്രിക സാധകരെ പൊതുവെ പശു, വീരൻ, ദിവ്യൻ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഭോഗിയായിരിക്കുമ്പോൾ തന്നെ ദേവവിചരണം ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് പശു ആചാരം. ദേവപ്രീതിക്ക് മദ്യ മാംസാദികളും മൈഥുനവും ചെയ്യുന്നത് പശു ആചാരമാകുന്നു. പൂർണ്ണതയും സമൂഹത്തിൽ നിന്നും മാറിയോ അല്ലെങ്കിൽ നിലകൊണ്ട് പൂർണ്ണമായും സാധനാനിഷ്ഠരായവരാണ് വീരസാധകർ. ശ്മശാനത്തിലും വനത്തിലും നഗരത്തിലും ഇവർ ജീവിക്കും. സ്വന്തം സങ്കല്പത്തിലും ഉപാസനയിൽ പൂർണ്ണമായി മുഴുകുന്നവരാണ് വീരന്മാർ. സർവസംഘ പരിത്യാദികളായി സന്യാസികളായി കഴിയുന്നവരാണ് ദിവ്യചാരികൾ. പ്രധാനമായും സമയാചാരം എന്നിതിനെ പറയും. അന്തരാമൃതത്തിൽ എപ്പോഴും രസിച്ച് നിഷ്കളങ്ക ചിത്തരായി ദേവദാസന്മാരായി ഇരിക്കുന്ന അവസ്ഥയാണ് ദിവ്യാവസ്ഥ. സന്യാസ ഭാഷയിൽ പരമഹംസത്വം, അവധൂതത്വം എന്നെല്ലാം പേരിടുന്നു. സുഷുമ്നാ സാധനം. പശുഭാവത്തിലുള്ള ഉത്തമ പണ്ഡിതൻ പ്രാതകാലത്ത് എഴുന്നേറ്റ് മംഗളകാരിയായ ഗുരുവിൻ്റെ പാദമംഗലത്തെ ശീർഷമംഗലത്തെ ധ്യാനിക്കണം. പിന്നീട് മഹാലക്ഷ്മിയുടെ വീരസ്വരൂപ ശ്രീപാദത്തിൽ ഉപകാരമായി പൂജിച്ച് സ്തുതിപൂർവ്വം പ്രണാമം ചെയ്യണം. എന്നിട്ട് ശ്രീ മഹാലക്ഷ്മി സ്തോത്രം ചൊല്ലണം. മഹാലക്ഷ്മി സ്തോത്രം. ത്രൈലോക്യം തേജസാ വ്യാപ്തം മണ്ഡലസ്ഥം മഹോത്സവാം താടിത് കോടി പ്രഭാദീപ്തം ചന്ദ്രകോടി സുശീതളാം സാർദ്ധത്രിവലയാകാരം സ്വയംഭൂലിംഗവേഷ്ടിതാം ഉദ്ധാവയേൻ മഹാദേവീം മഹാരക്താം മനോന്മയി ശ്വാസോച്ഛ്വാസദ്വയാവൃത്തിം ദ്വാദശാംഗലരൂപിണീം യോഗിനീം ഖേചരീം വായുരൂപാം മൂലാംബുജസ്ഥിതാം ചതുർവർണ്ണസ്വരൂപാന്താം വകാരാദിഷഹസാന്തകാം കോടികോടി സഹസ്രാർക്കകിരണാം കുലമോഹിനീം മഹാസൂക്ഷ്മ പഥപ്രാന്ത വാന്തരാന്തരഗാമിനീം ത്രൈലോക്യരക്ഷിതാം വാക്യദേവതാം ശംഭുരൂപിണീം മഹാബുദ്ധിപ്രദാം ദേവീം സഹസ്രദളഗാമിനീം മഹാസൂക്ഷ്മപഥേ തേജോമയീം മൃത്യുസ്വരൂപിണീം കാലരൂപാം സർവരൂപാം സർവത്ര സർവചിന്മയീം ധാത്താ പുനഃ ശീർഷേ സുധാബ്ധൗ വിനിവേഷ്ടിതാം എന്നിങ്ങനെ വീണ്ടും വീണ്ടും ധ്യാനിച്ചിട്ട് ശീർഷത്തിലെ അമൃത സമുദ്ര മുകളിൽ കൊണ്ടുപോയി സന്നിവിഷ്ടമാക്കണം. അവിടെയുള്ള അമൃതിനെ കുടിച്ചിപ്പിച്ചിട്ട് താഴെയുള്ള മൂലാധാരത്തിൽ കൊണ്ടുവന്ന് അതിനെ പ്രതിഷ്ഠിക്കണം. അങ്ങനെ മുകളിൽ നിന്നും വരുമ്പോൾ സുഷുമ്നയിലൂടെ അവിടെയുള്ള അമൃതത്തിൽ കുളിപ്പിച്ച് വേണം കൊണ്ടുവരാൻ. തേജോരൂപമായി വേണം കാണുവാൻ. അതിൽ ധ്യാനിച്ചു കൊണ്ടുപോകണം. മൂലാധാരത്തിൽ അമൃതത്തിൽ കുളിച്ചിരിക്കുന്ന ആനന്ദവിഗ്രഹത്തെ സാവധാനം മഹാകുണ്ടലിനിയുടെ സ്വരൂപത്തിൽ ധ്യാനിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം സാധകൻ സർവ്വസിദ്ധികളുള്ള ഈശ്വരനായിത്തീരുന്നു. മൂലാധാരത്തിൽ പ്രകാശകിരണങ്ങളെ കൊണ്ട് പ്രകാശിതമായി അമൃതാനന്ദം ലഭിക്കുന്നതിനാൽ മുക്തിസ്വരൂപയായി സമസ്ത കല്യാണകാരിണിയായിത്തീരുന്ന ആ ദേവിയെ താഴെ കാണുന്ന മന്ത്രം കൊണ്ട് പൂജിക്കണം. മാനസോച്ചാര ബീജം ഓം, മായാബീജം ഹ്രീം അല്ലെങ്കിൽ കാംബീജം ക്ലീം, പിന്നീട് 50 വർണ്ണാക്ഷരമാല ആ മുതൽ ക്ഷ വരെ അനുലോമയും പ്രതിമൂലമായും ചെയ്യണം. പിന്നെ ജയതനാമസ്തോത്രം ചൊല്ലണം. ജയതസ്തോത്രം നാളെ ചൊല്ലാം. കുണ്ടലിനി അഷ്ടകം ജയതസ്തോത്രം. നമഃ ശിവായ.